പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു നിമിത്തം പോലെ ഞാൻ അവളെ കണ്ടു. കവിതകളിലും നോവലുകളിലും നായികാ വർണ്ണനകൾ വായിച്ചു കേട്ട് വളർന്നവരാ നമ്മളൊക്കെ. അതെല്ലാം നേരാന്ന് അവളെ കണ്ടപ്പോ എനിക്ക് തോന്നി. ഒന്നും മനസ്സിലായില്ല. പ്രേമത്തിന്റെ ഭാഷ ഒരല്പം കട്ടിയായിരിക്കും. കടുപ്പം കുറച്ച് പറ, എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ. എന്നാ കേട്ടോ, കജോളിന്റെ കണ്ണുകൾ, സോനാലി ബാന്ദ്രയുടെ ചുണ്ടുകൾ, മാധുരി ദീക്ഷിത്തിന്റെ ചിരി, ദേവയാനിയുടെ ശാലീനത. മനസ്സിലായി മനസ്സിലായി. ഈ പാർട്സുകൾ മേടിച്ച് അസംബിൾ ചെയ്തെടുത്ത ഒരു അവിയൽ രൂപം ഇല്ലയോ? മതി. ഇനി നീ ഒന്നും പറയണ്ട. ചതിയനാ നീ, ചതിയൻ. കൊച്ചൂർപ്പേ, നീ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാണെന്ന് എനിക്കറിയാം. എന്റെ ചാൻസാ നീ തട്ടിയെടുത്തത്. ശാലിനിയെ എന്റെ അച്ഛൻ എനിക്ക് ആലോചിച്ച. നിന്റെ ചാൻസ് അവിടെ തന്നെ ഉണ്ട്. നീ തന്നെ കെട്ടിക്കോ. എനിക്ക് വേണ്ട അതിനെ. ഒരു ശാലിനി. പിന്നെ നീ വർണ്ണിച്ചത് ആരെ കുറിച്ചാടാ? പപ്പി. പപ്പിയോ? അതാര്? ശാലിനിയുടെ കൂട്ടുകാരി. ഹലോ, ലതിക. ഞാൻ മരിച്ചു എന്ന് പറഞ്ഞേക്കൂ. അനിയൻകുട്ടി മരിച്ചു. ഡെഡ് ബോഡിയോ? ബോഡി ഒരു പപ്പി കൊണ്ടുപോയി. എക്സ്ക്യൂസ് മീ. ഇന്ന് മുതൽ ഈ കുന്ത്രാണ്ട താനെടുത്തു. ആ നമ്പറുകളൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്റെ പഴയ ലൈഫ് ഉപേക്ഷിച്ചു കഴിഞ്ഞു. മാത്രമല്ല, എന്റെ പപ്പിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കൊച്ചൂർപ്പേ, പ്രതിഷ്ഠ കഴിഞ്ഞു. ഇനി പൂജ എന്ന് തുടങ്ങും. എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് കണ്ടപ്പോഴേ ഇത്ര പ്രേമാണെങ്കില് ചെന്ന് കാര്യം പറഞ്ഞൂടെ? പറയാമായിരുന്നു. പക്ഷെ നിന്റെ ആ ശിഖണ്ഡി എല്ലാം തൊലച്ചു. അവൾ എന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയോ? ഇതാണ് എന്നെ കെട്ടാൻ പോണ ആളെന്ന്. പിന്നെ ഞാൻ എന്തു പറയും? ജയിലിൽ കിടന്ന പാമ്പിനെടുത്ത് സഭ്യത. ആ ശരി, പറയണല്ലേ. ആ മേനോന്റെ മോള് പാരയായില്ലേ? എന്റെ പ്രേമം തടസ്സപ്പെടുത്തുന്ന ഏത് പാരയും ഞാൻ തകർക്കും. അതിനുശേഷം ഞാൻ എന്റെ പപ്പിയെ വീഴിക്കും, പ്രേമിക്കും, കെട്ടും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് നടന്നിരിക്കും. അല്ല, നീ നിന്റെ കൊക്ക് ചത്താല് നടക്കുകയല്ലേ? ആ കൊക്കല്ല, ഈ കൊക്ക്. കളിയാക്കിക്കോ. എന്റെ കയ്യിൽ ഒരുപാട് നമ്പർ ഉണ്ട്. അതിലൊന്ന് ക്ലിക്കായാൽ ഞാൻ പിടിച്ചങ്ങ് കേറും. അങ്ങനെ അവളെ ഞാൻ സ്വന്തമാക്കും. നീ എങ്ങോട്ടാ? എനിക്കിന്ന് ഈ സിറ്റി മുഴുവൻ ചുറ്റിക്കറങ്ങണം. സോറി മൈ ഡിയർ, എന്റെ ഇന്നത്തെ ചാർട്ടിൽ നീ ഇല്ല. നീ കട്ട്, ഗെറ്റ് ഔട്ട്. എന്റെ മനസ്സ് കീഴടക്കിയ സ്വപ്ന സുന്ദരിയെ സ്വന്തമാക്കാനുള്ള എന്റെ ഭഗീരഥ പ്രയത്നം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഫസ്റ്റ് പ്രിഫറൻസ് ടു മൈ പാപ്പി. എന്നിട്ട് ഞാൻ നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം, എത്ര വേണമെങ്കിലും ചെലവ് ചെയ്യാം. തൽക്കാലം നീ ഒറ്റയ്ക്ക് പോ. ഒറ്റയ്ക്ക് പോയാൽ ഭാഷ പഠിക്കാം, വഴി പഠിക്കാം. ഓക്കെ, ബൈ ബൈ. ഡോക്ടർ, ഈ കാർഡിൽ ഒരു അഡ്രസ്സും ഫോൺ നമ്പർ ഉണ്ട്. ഇത് അവരുടേതായിരിക്കോ? ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്. ആ, വീട്ടുകാരെ പേടിപ്പിക്കാത്ത കാര്യം പറയണം. ഹലോ, സുധാവാര്യരുടെ വീടല്ലേ? കുട്ടി അവരുടെ ആരാ? മേനോ ഹൂ സ്പീക്കിംഗ്? അത് പിന്നെ പേര് പറഞ്ഞ എന്നെ അറിയില്ല. നിങ്ങൾ സുധാവാര്യരുടെ മകളാണോ? അറിയോ? അവരെ അറിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേറെ ആരും വീട്ടിലില്ലേ? ഐ മീൻ ആണുങ്ങൾ. മറ്റാരും ഇല്ലെങ്കിൽ നിങ്ങളോട് കാര്യം പറയാം. രോഗം മനസ്സിലായി. Stupid. What do you want? ദേഷ്യപ്പെടാതെ കേൾക്കണം. ഞാൻ പറയുന്നത് കേട്ട് പേടിക്കാൻ ചെയ്യരുത്. എന്താ നിങ്ങൾക്ക് പറയാനുള്ള പറയണം. അതർവൈസ് ഐ വിൽ ഇൻഫോം പോലീസ്. സുധാവാര്യരുടെ വണ്ടി ഇടിച്ച് സീരിയസ് ആയിട്ട് സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കാം. ഇപ്പൊ ബോധമല്ല, എന്ത് സംഭവിക്കാം. നമസ്കാര. ഈ പപ്പി ഏത് ഫ്ലാറ്റിലാ? ഓ, പപ്പി. ആ പപ്പി തകോൺ ബർത്തിനി. ടെൻഷനായി. എങ്ങനെയാ തുടങ്ങാ? ചാടിക്കറി ഐ ലവ് യു എന്ന് പറഞ്ഞാലോ? അയ്യോ വേണ്ട, അത് ഷോക്കാവും. അപ്പൊ പിന്നെ പപ്പി 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 ഇതുകോ പപ്പി ತಗೊಳ್ತೀರಾ ಬೇಕಾ ನಿಮ್ಗೆ? പപ്പി
എന്തൊരു പോക്കായത്. ഇനി ഇവളുടെ ആരെങ്കിലും ചത്താ? ലേശം. മതി മതി. ദേ നീ ഇതുവരെ എവിടെ പോയിക്കായിരുന്നു? ഞാനാകെ പേടിച്ചു. ഭാഷയും വഴി അറിയാതെ ഒന്ന് ചുറ്റിയ ലക്ഷണം ഉണ്ടല്ലോ. അപ്പച്ചാ ഇവനൂടി വിളമ്പ്. ആ ഞാൻ പിന്നെ കഴിച്ചോളാം. എടാ ഞാൻ പോയ കാര്യം സക്സസ് ആയിട്ടോ. അവളുടെ വീട് കണ്ടുപിടിച്ചു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. അവള് വെട്ടിക്കൊണ്ട പന്നിയുടെ സ്പീഡിൽ വണ്ടി കയറി പോണ കണ്ടു. അല്ല നിനക്കെന്താ പറ്റി? പറയുടെ എന്തുണ്ടായേ? ഇന്ന് രാവിലെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നപ്പോ ഒരാൾക്കൂട്ടം, ഒരു സ്ത്രീ വണ്ടി ഇടിച്ച് കിടക്കുന്നു. ആണോ? എവിടെയായിട്ട്? എന്ത് ജംഗ്ഷന്? ആ മെജസ്റ്റിക് ജംഗ്ഷൻ. കുറച്ച് പ്രായമുള്ള സ്ത്രീയാ. ദൈവമേ, എന്റെ വണ്ടിയാണല്ലോ ഇടിച്ചത്. എന്നാ ആരെങ്കിലും അവരെ ആസ്പത്രിയിൽ എത്തിക്കാൻ നോക്കണ്ടേ? അതുമില്ല. ഞാൻ അങ്ങ് ചൂടായി. അന്നേരം എല്ലാവരും പോയി. ഒടുവിൽ ഞാൻ അവരെ ആസ്പത്രിയിൽ എത്തിച്ചത്. ആ വണ്ടി ഓടിച്ച് അവനെങ്ങനെ എന്റെ കൈ കിട്ടി അവന്റെ ചെപ്പ അടിച്ച് പൊട്ടിക്കും ഞാൻ. അങ്ങനെ നിർത്താതെ പോയെങ്കിൽ അവന്റെ ഒടുക്കത്തെ പോക്കാത്. കർത്താവ് അവന്റെ തല ഇടുത്തി വീഴണേ. അപ്പച്ച അങ്ങനെ പ്രാകരുത്. അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണല്ലോ. എന്തിന്? ഒരു പക്ഷെ അവൻ ആ വണ്ടി അവിടെ നിർത്തിയാല് നാട്ടുകാരെടുത്തിട്ട് പോശില്ലെന്ന് എന്താണ് ഉറപ്പ്? ചെയ്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയേ പറ്റൂ. അവനെ പേപ്പട്ടി അടിക്കും. അപ്പച്ച നമ്മൾ രണ്ടു വശവും ചിന്തിക്കണം. പറ്റില്ല. നിർത്ത്. നീ എന്തിനാ എത്ര ഇമോഷണൽ ആവുന്നേ? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ അച്ഛൻ ഇടിച്ചതെന്ന്. ഏയ് ഞാനല്ല. പിന്നെന്തിനാണ് തർക്കിക്കുന്നത്? പോടാ. എന്നിട്ട് ആ സ്ത്രീയുടെ അവസ്ഥ എന്താ? നീ അത് പറ. അവർക്ക് ബോധമല്ല. മരിക്കോ? രക്ഷപ്പെടുന്നാ പറഞ്ഞത്. ഓ സമാധാനായി. പക്ഷെ പുലിവാല് പിടിച്ചത് ഞാനാ. ഓ അവിടുന്ന് ഊരിപ്പോരാൻ പെട്ട പാട്. ഒടുവിൽ പേരും അഡ്രസ്സും എഴുതി കൊടുത്താ പോന്നത്. പേരും അഡ്രസ്സും കൊടുത്താ? ബുദ്ധിയില്ലാണ്ട് ഓരോന്ന് ചെയ്യും മണ്ടൻ. അവര് വല്ല കേസും കൊടുത്താൽ നീ കോടതി വരെ ഇറങ്ങേണ്ടി വരും. ചിലപ്പോ അകത്തും ആവും. അതറിയാം. എനിക്കിവിടെ കേസിനും വഴക്കിനും ദിവസം വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു എളുപ്പ വിദ്യ. എന്താ? നിന്റെ പേരും അഡ്രസ്സാ ഞാൻ കൊടുത്തത്. അത് കൊള്ളാം. എന്തിനാ എന്റെ അഡ്രസ് കൊടുത്ത്? എനിക്കിവിടെ അഡ്രസ് ഇല്ലാത്തതുകൊണ്ട്. ആ യവന് ബുദ്ധിയുണ്ട്. ഫോൺ എടുക്ക്. തനിക്ക് പേടിത്താൽ എന്താ? നീ പെണ്ണ് കേസുകൾ വിട്ടതോടുകൂടി ഫോൺ എടുക്കാനുള്ള എന്റെ ഇൻട്രസ്റ്റ് പോയി. ഹലോ ഹലോ 68668887 ആണല്ലോ. അനിയൻകുട്ടിയാണോ? അതെ. ഒരു പാവ സ്ത്രീയെ വണ്ടി അടിച്ച് ഹോസ്പിറ്റലാക്കിയിട്ട് അവിടെ സുഖിച്ചിരിക്കാന്ന് താൻ കരുതണ്ട. വണ്ടി ഇടിച്ച കേസാണോ? അതെ. ആഹാ അനിയൻകുട്ടിക്ക് കൊടുക്കാം. ഹലോ. നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട. എന്റെ ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാ കൊലക്കുറ്റത്തിന് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും ഞാൻ. ഹലോ ഹലോ. കട്ടായി. എന്ത് പറഞ്ഞു? അവള് കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കുന്നു. എന്നാൽ ഉടനെ നീ ആശുപത്രി ചെന്ന് നിന്റെ യഥാർത്ഥ പേരെഴുതി കൊടുക്ക്. എനിക്ക് കേസ് നടത്താനൊന്നും സമയമില്ല. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. എടാ ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? ഒരു വണ്ടി ഇടിച്ചതിന്റെ പേരിലല്ലേ ഇത്രയും പ്രശ്നം? എന്റെ ഗീവർഗീസ് പുണ്യാളാ. ആ വണ്ടി ഓടിച്ചോണ്ട് പോയവനെ മൂർഖം പാമ്പ് കടിച്ച് ആശുപത്രി കൊണ്ടുപോണ വഴിക്ക് വണ്ടിയും കൂടി ഇടിച്ച് ചാവണേ. വിഷമിക്കണ്ടടാ, ഞാൻ പ്രാവിയാ ഫലിക്കും. അല്ല എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ എന്റെ പപ്പിയുടെ പടം വരയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അതിനെ നിനക്ക് പടം വരയ്ക്കാൻ അറിയോ? ഇല്ല. ഇതിനു മുമ്പ് വരച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. പിന്നെ എങ്ങനെ വരയ്ക്കും? അതല്ലേ എങ്ങനെ ഒരു ചിത്രം വരയ്ക്കാം എന്നതിനെ പറ്റി ആലോചിക്കുന്നത്. അനിയൻകുട്ടി, ഈ കൊലക്കുറ്റത്തിന് എന്താ ശിക്ഷ? ചുരുങ്ങിയത് ഒരു 10 വർഷം. അപരാധി എവിടെയോ സന്തോഷിച്ച് നടക്കുമ്പോ നിരപരാധി ശിക്ഷയും കാത്ത് കിടക്കുന്നു. പാവം. ആ വണ്ടി ഇടിച്ചവന്റെ തല പൊട്ടിത്തെറിക്കണ എന്റെ പുണ്യാള. ഹലോ ഹലോ അനിയൻകുട്ടിയില്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ. ഹോസ്പിറ്റലിൽ നിന്നോ? ഒരു മിനിറ്റ്. ഹലോ. സോറി കേട്ടോ, ആന്റിക്ക് ബോധം തെളിഞ്ഞപ്പോഴാ സത്യം അറിഞ്ഞത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞില്ലേ, അതൊക്കെ തിരിച്ചെടുക്കണമെന്ന് തോന്നി. പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റില്ലെന്നറിയാം, എന്നാലും അതിനി മനസ്സിൽ വെക്കരുത്. സോറി, സോറി ഫോർ എവറിത്തിങ്. ക്ഷമിച്ചു എന്ന് പറഞ്ഞൂടെ? അത് ചുമ്മാതാണെങ്കിലും ഒന്ന് പറ, എന്റെ ഒരു ആശ്വാസത്തിന്. ക്ഷമിച്ചു. എന്താ ചിരിച്ചത്? ഒരു ആത്മാർത്ഥതയില്ലാത്ത പറച്ചില് കേട്ട് ചിരിച്ചതാ. അത് പിന്നെ പെട്ടെന്ന് വിളിച്ച സോറി പറഞ്ഞപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ. ഞാൻ ക്ഷമിച്ചു. എന്നാ വെച്ചേക്കട്ടെ, പിന്നെ വിളിക്കാം. ഇനിയും വിളിക്കോ? എന്താ, വിളിക്കുന്ന ഇഷ്ടല്ലേ? വിളിക്കുന്നത് ഇഷ്ടാന്നാ പറഞ്ഞേ. എന്റെ ആന്റിയുടെ ജീവൻ രക്ഷിച്ച ആളോട് ഒരല്പ ആരാധന തോന്നിപ്പോയി, അതുകൊണ്ട് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. താങ്ക് യു, ബൈ. എന്നെ വെറുതെ വിട്ടടാ. കോടതിക്ക് സത്യം ബോധ്യായി. ഞാൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചു.
അവൾ എന്നെ വിളിച്ച് സോറി പറഞ്ഞടാ. അവളാ സ്ത്രീയുടെ ആരാ? ആർക്കറിയാം, എന്തായാലും എനിക്കിഷ്ടായി. എന്ത്? ആ ശബ്ദം, ചിരി, സംസാരം, എന്തോ ഒരു പ്രത്യേകത. അപ്പച്ചാ, എന്താ എന്താ ഇവര് പ്രേമം. ആരോട്? ഉള്ളത് തന്നെ. ആ. പ്രേമത്തിന് തുടക്കമിടുന്ന ഇൻസിഡന്റ് അല്ലേ കഴിഞ്ഞത്? ഒരു ജീവനല്ലേ രക്ഷിച്ചത്? പ്രേമിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ പ്രായം നോക്കണം. ഒരു കിളവിയാണെന്നല്ലേ അന്ന് നീ പറഞ്ഞത്. ഇനി അവർക്ക് വല്ല കെട്ടിയോരും ഉണ്ടെങ്കിൽ അടി പാഴ്സലായിട്ട് എത്തും. താൻ എന്താ ഈ പറയണേ? അവരെ അല്ല, അവരുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിയോടാണ് ഇവന് പ്രേമം. അനിയൻകുട്ടി, നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോവാം. അയ്യോ, ഞാനില്ല. നീയും കൂടെ വരണം, ഒരു ധൈര്യത്തിന്. നീ എന്ത് പറഞ്ഞാലും ശരി, ആശുപത്രിയിലേക്ക് ഞാൻ വരില്ല. വണ്ടി ഇടിച്ച് ലെവല് തെറ്റ സ്ത്രീയാ. ചിലപ്പോ എന്നെ കണ്ടാ ഞാനാണ് വണ്ടി ഇടിച്ചതെന്ന് വരെ പറഞ്ഞെന്നിരിക്കും. ചെയ്യാത്ത കുറ്റേൽക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ വരില്ല. അവർക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നെ കുറിച്ച് ആ പെണ്ണിനോട് പറഞ്ഞു തന്നെ നല്ല ഓർമ്മയുള്ളതുകൊണ്ടല്ലേ. എന്നാ ഞാൻ ഒട്ടും വരില്ല. എന്റെ ഒരു ആവശ്യത്തിന് നിന്റെ കാല് പിടിച്ചാ നീ വരില്ലേ? നീ ഇപ്പൊ പോണത് ആ സ്ത്രീയുടെ രോഗവിവരം തിരക്കാനൊന്നല്ലോ, ആ പെണ്ണിനെ കാണാനല്ലേ. ആ പണിക്ക് കൂട്ടു നിൽക്കാൻ ഞാനില്ല. നീ വരുമല്ലയോ? എടാ എന്താ? നിർത്ത് നിർത്ത്, ഇനി തർക്കിച്ച് സമയം കളയണ്ട. നിന്റെ കൂട്ടുകാരന് വേണ്ടിയല്ലേ. മനസാക്ഷി ഉണ്ടെങ്കിൽ പോ. അപ്പൊ ചാ പോടാ.